മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയെ കൊല്ലപ്പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുകയും വൈജയന്തിയെ ആശ്രമത്തിൽ പോയി തിരിച്ചു കൊണ്ടുവരുവാൻ അലീന മുൻകൈയെടുക്കണമെന്നും പറയുകയാണ് ഗംഗാധരൻ. അലീന ഇക്കാര്യം ബാലചന്ദ്രനോട് സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ എതിർപ്പൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അലീനയും ഭവിതയും കൃഷ്ണജിയും വൈജയന്തിയെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ ആശ്രമത്തിലേക്ക് പോവുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഡോക്ടർ ശർമ്മ ഗേറ്റിൽ വന്ന് നോക്കി. അലീന മുറ്റം തൂത്തു തീരുന്നതേയുള്ളൂ. റിങ്കു, ഡോക്ടർ അല്പം ഉച്ചത്തിൽ വിളിച്ചു. അവൻ ബാലചന്ദ്രന്റെ വളപ്പിലെവിടെ നിന്ന് കുതിച്ചെത്തി. അലീനയുടെ അരികെ വന്ന് നിന്നുകൊണ്ട് ഡോക്ടർ ശർമ്മയെ നോക്കി. റിങ്കു, കം ഹിയർ, ഡോക്ടർ ഉത്തരവിട്ടു. അലീനയ്ക്ക് ചുറ്റും മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു. 2 തവണ തലകൊണ്ട് അവളുടെ കാലിൽ തട്ടിയിട്ട് പോയി. ഇതവന്റെ ഒരു കളിയാണ്. ചിലപ്പോൾ അവൻ കുറെ ഓടിയ ശേഷം ക്ഷീണിച്ച മട്ടിൽ സിറ്റൗട്ടിലേക്കുള്ള പടിയിൽ ചെന്ന് അലീന മുറ്റമടിക്കുന്നത് നോക്കിക്കൊണ്ട് കിടക്കും. ഓർക്കാപ്പുറത്ത് പിന്നിൽ നിന്ന് ഏതോ കാട്ടുമൃഗം കുതിച്ചു പാഞ്ഞു വരുന്നത് പോലെ ശബ്ദം കേട്ട് അലീന പകച്ചു നോക്കുമ്പോഴേക്കും അവൻ അവളുടെ ദേഹത്തേക്ക് കുതിച്ചു ചാടും. റിങ്കു, കം, ഡോക്ടർ വീണ്ടും പറഞ്ഞു. അലീന അവനെ ശാസിക്കുന്ന മട്ടിൽ നോക്കി. ഇനി ഞാൻ ഈർക്കിലെടുക്കണോ? ചൂലിൽ നിന്ന് ഈർക്കിലെടുക്കാൻ ഭാവിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അവൻ അവളുടെ നേർക്കൊന്ന് കുരച്ചിട്ട് ഗേറ്റിന് നേർക്ക് ഓടി. അവിടെ നിന്നുകൊണ്ട് വീണ്ടും അലീനയെ നോക്കി. അലീന ഗേറ്റിനരികിലേക്ക് ചെന്നു. നിനക്ക് കളിച്ചത് മതിയായില്ലടാ? അവൾ ചോദിച്ചു. അവൻ അവളെ വെട്ടിക്കാനെന്ന മട്ടിൽ 2-3 വട്ടം ഓടിയിട്ട് ഡോക്ടറുടെ ഗേറ്റ് കടന്നുപോയി. ഹലോ, ഗുഡ് മോർണിംഗ്, ഗേറ്റിനപ്പുറത്ത് നിന്നുകൊണ്ട് ഡോക്ടർ അലീനയോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അലീന തെല്ല ആശ്ചര്യത്തോടെ പ്രത്യഭിവാദ്യം ചെയ്തു. ഞാൻ എന്നും കാണുന്നു. ഇനി സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ? ഇല്ല, കുറച്ചു ദിവസം കഴിയുമ്പം പോകും. ഇപ്പൊ എവിടെയാ? കുളത്തൂപ്പുഴ. അവിടെ ആരാ? പപ്പയുണ്ട്. അത് ഡോക്ടർ ശർമ്മയ്ക്ക് അത്രയ്ക്ക് മനസ്സിലായില്ല. ബാലചന്ദ്രന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു അലീന എന്ന് ഡോക്ടർക്കറിയാം. അവൾ അവിടെ നിന്ന് പോയ ശേഷം ഒരു തവണ വീണ്ടും വന്ന് കുറച്ചുനാൾ താമസിച്ചത് അയാൾക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് കണ്ടത്. ഒരു ദിവസം ഡോക്ടർ ബാലചന്ദ്രനോട് ചോദിക്കുകയും ചെയ്തു. താങ്കളുടെ പഴയ സെർവന്റ് വീണ്ടും വന്നിട്ടുണ്ടല്ലോ. എന്താണ് ആ കുട്ടിയും നിങ്ങളുടെ ഫാമിലിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്? വെറും മെയ്ഡ് സെർവന്റ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ വീട്ടിലും വേലക്കാരികൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോയവർ തിരിച്ചു വന്നിട്ടില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല ഡോക്ടർ. അവൾ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാണ്. ഞങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാകുമ്പോൾ അവൾ വരും. അവളുടെ കയ്യിലെ ചില മരുന്നുകളുണ്ട്. ബാലചന്ദ്രൻ ഒരു ദാർശനികന്റെ നിഗൂഢത നിറഞ്ഞ പുഞ്ചിരിയോടെ അന്നു പറഞ്ഞതും ഡോക്ടർ ശർമ്മ മറന്നിട്ടില്ല. തൊട്ട അയൽവക്കമായതിനാൽ ഡോക്ടർ ശർമ്മയും ചിലതൊക്കെ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ കാലമായി വൈജയന്തിയെ വീട്ടിൽ കാണാനില്ല. കുറച്ചുനാൾ ബാലചന്ദ്രൻ തനിച്ചായിരുന്നു താമസം. കുട്ടികളെയും കാണാനില്ലായിരുന്നു. അതിനുശേഷം ആരും താമസമില്ലാതെ വീട് ഉപേക്ഷിക്കപ്പെടുന്നത് പോലെ കിടന്നു. ബാലചന്ദ്രന്റെ കുടുംബം ചിതറിപ്പോയെന്നും ഭാര്യയും ഭർത്താവും വിവാഹമോചന കേസ് നടത്തുകയാണെന്നും പിന്നീട് കേട്ടു. അതിനുശേഷം ഒരു രാത്രി ഡോക്ടർ ശർമ്മ ബാലചന്ദ്രനെ കാണുന്നത് വീടിനുള്ളിൽ അവശനിലയിൽ കിടക്കുന്നതായാണ്. ഇപ്പോൾ വീടെല്ലാം അടിച്ചു തെളിച്ചു. ഏതോ വരൾച്ചക്കാലത്ത് കൂടുവിട്ടുപോയ കിളികൾ വസന്തത്തിന്റെ ആഗമനത്തെ സൂചിപ്പിച്ചുകൊണ്ട് തിരിച്ചെത്തുന്നത് പോലെ കുട്ടികൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. അവിടെ സന്ദർശകർ വരികയും പോവുകയും ചെയ്യുന്നു. രാത്രികാലങ്ങളിൽ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ ആ വീട് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നതായി കാണുന്നു. അവിടെ നിന്ന് പാട്ടും ചിരിയും വർത്തമാനങ്ങളും കേൾക്കുന്നു. ഇതെല്ലാം അലീന വന്നതിന് ശേഷമാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ബാലചന്ദ്രൻ സൂചിപ്പിച്ച മരുന്ന് എന്താണെന്ന് ഇപ്പോൾ ഡോക്ടർക്ക് അറിയാൻ പറ്റും. ചിന്നിച്ചിതറിപ്പോയ കുടുംബാംഗങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്നതാണ് ആ മരുന്ന്. ഒരാൾ കൂടി വന്നു ചേരാനുണ്ടല്ലോ, ഡോക്ടർ കൗശലം പുരണ്ട് ചോദ്യമിട്ടു. പതിയെ വന്നു ചേർന്നോളും, അലീന പുഞ്ചിരിച്ചു. നീയൊരു കാറിലാണല്ലോ വരുന്നതും പോകുന്നതും. അത് മുൻപ് ഇവിടെ കണ്ടിട്ടുമില്ല. എവിടുന്ന് കിട്ടിയത്? പപ്പ വാങ്ങി തന്നതാ. ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് നീയൊരു അനാഥയാണെന്നായിരുന്നല്ലോ. അതെ, പക്ഷേ ഇപ്പോൾ എനിക്ക് പപ്പയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുമുണ്ട്, എല്ലാവരുമുണ്ട്. ഡോക്ടർ ശർമ്മ മനസ്സിലാകാത്തതുപോലെ ശിരസനക്കി. റിങ്കു ഗേറ്റിനപ്പുറത്ത് നിന്ന് ഡോക്ടറുടെ നേർക്ക് കുരച്ചു. അവനെ പറഞ്ഞയച്ചിട്ട് ഡോക്ടർ അവന്റെ കൂട്ടുകാരിയോട് സംസാരിച്ചു നിൽക്കുന്നത് അവൻ അത്ര പിടിക്കുന്നില്ല. ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക്. ഡോക്ടർ ശർമ്മ അനേകം സംശയങ്ങളും ചോദ്യങ്ങളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പിൻവാങ്ങി. അലീന മുറ്റമടിക്കുന്ന ജോലിയിലേക്ക് മടങ്ങി. അവൾ മുറ്റമടിച്ച് തീർത്ത് സിറ്റൗട്ടിൽ ചെന്നപ്പോൾ
രോഹിത് അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്നാ മതിയോ? പോകാൻ റെഡിയാകണ്ടേ? അങ്കിളും ആന്റിയും ഒക്കെ 8:30 എത്തും. ആ പെമ്പിള്ളോരോട് റെഡിയാകാൻ പറ ഫസ്റ്റ്, രോഹിത് പറഞ്ഞു. നിനക്ക് ചായ കിട്ടിയോടാ? അലീന ചോദിച്ചു. കൃഷ്ണമോൾ ഒരു കഷായം കൊണ്ടു തന്നു. അതിന്റെ പേര് ചായ എന്നാണോ? പോടാ. അലീന അവന്റെ തലയിൽ പതിയെ ഒരടി വെച്ചു കൊടുത്തിട്ട് അകത്തേക്ക് പോയി. അലീന കിച്ചണിൽ ചെന്നപ്പോൾ കൃഷ്ണമോൾ കിച്ചൺ സ്ലാബിൽ കയറിയിരുന്ന് ഒരു ക്യാരറ്റ് കടിച്ചു തിന്നുകയും വർത്തമാനം പറയുകയുമാണ്. ബബിത പൊട്ടുകുറ്റിയിൽ കുതിർന്ന അരിപ്പൊടി കോരിയിടുന്നു. അത് കണ്ട അലീന പറഞ്ഞു, ഓ, നിങ്ങളിവിടെ സിനിമാ കഥയും പറഞ്ഞുകൊണ്ടിരുന്നോ? അവരിപ്പോഴിങ്ങെത്തും. ഞങ്ങളുടെ ജോലിക്ക് തീരാറായി. അലീന ചേച്ചിക്കാ പണി. അച്ഛനെ ഒരുക്കണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി വിടണ്ടേ? ബബിത പറഞ്ഞു. ഗംഗാധരനും മാലതിയും ശിവശങ്കരനും മനുശങ്കറും കൂടിയാണ് കൊല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നത്. അപ്പോഴേക്കും ഇവിടെ അലീനയും ബബിതയും കൃഷ്ണജിയും രോഹിത്തും പോകാൻ ഒരുങ്ങി നിൽക്കണം. അലീന വേഗം തന്റെ ജോലികളിലേക്ക് കടന്നു. 8:30 തന്നെ ബാലചന്ദ്രനെ അവൾ കാറിൽ കയറ്റി ജ്വല്ലറിയിൽ എത്തിച്ചു. അവൾ തിരിച്ചു വന്നപ്പോഴേക്കും കൊല്ലപ്പള്ളിക്കാർ എത്തിച്ചേർന്നിരുന്നു. മനുശങ്കർ സിറ്റൗട്ടിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അലീന ഓടിക്കയറി വന്നു. കുറെ നേരമായോ വന്നിട്ട്? അവൾ മനുവിനെ നോക്കി. വന്നതേ ഉള്ളൂ. ഇനി താമസമുണ്ടോ ഇവിടെ? ഒരു താമസവും ഇല്ല മനുവേട്ടാ. ബബിതയും കൃഷ്ണമോളും റെഡിയാണെങ്കിൽ ഞാനും റെഡി. അലീന തിടുക്കത്തിൽ അകത്തേക്ക് നീങ്ങി. മനുശങ്കർ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് നിന്റെ കാറിൽ കയറിയാൽ മതി. അവർ 3 പേരും മറ്റേ കാറിൽ. ഓക്കെ? അവരെന്ത് വിചാരിക്കും മനുവേട്ടാ? ഞാനാണ് നിന്റെ കാറിന്റെ ഡ്രൈവർ. അപ്പോൾ പ്രശ്നമില്ലല്ലോ. പിന്നെ നമ്മൾ എന്തൊക്കെ കാരണം പറഞ്ഞാലും അവർ വിചാരിക്കാനുള്ളത് വിചാരിക്കും. അത് മാറ്റാൻ പറ്റില്ല. സിച്ചുക്ക് ഇങ്ങ് തന്നേക്ക്. അലീന മടിയൊന്നുമില്ലാതെ കീച്ചെയിൻ കൊടുത്തു. ഹാളിൽ ഗംഗാധരനും ശിവശങ്കരനും മാലതിയും ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചായ എടുക്കട്ടെ? അലീന ചോദിച്ചു. ഒന്നും വേണ്ട, ഇറങ്ങിയാ മതി, മാലതി പറഞ്ഞു. നിനക്ക് താമസമൊന്നുമില്ലല്ലോ അലീന? ഇല്ല, വാതിലൊക്കെ അടച്ചാ മതി. ബാലചന്ദ്രന് ദേഷ്യമൊന്നുമില്ലല്ലോ നമ്മൾ പോകുന്നതിൽ? ശിവശങ്കരൻ ചോദിച്ചു. ഇല്ല അങ്കിളെ. ജയന്തി തിരിച്ചു വരുമെന്ന് അവനൊരു പ്രതീക്ഷയുണ്ടോ? ഗംഗാധരൻ ചോദിച്ചു. അതുമില്ല അങ്കിളെ. അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥനയാണ് ജയന്തിക്ക് സൽബുദ്ധി തോന്നണേന്ന്. മുത്തശ്ശിയെക്കുറിച്ച് ഓർത്തപ്പോൾ അലീനയ്ക്ക് കഷ്ടം തോന്നി. 10 മിനിറ്റിനുള്ളിൽ അവർ വീട് പൂട്ടി ഇറങ്ങി. മനുശങ്കർ അലീനയുടെ കാറിൽ കയറുന്നത് കണ്ട് ശിവശങ്കരൻ ചോദിച്ചു. നീ എന്താ ആ കാറിൽ? ഇതോടിക്കാൻ പിന്നെ വേറെ ആരുണ്ട്? എനിക്കല്ലേ ഉള്ളൂ കൈത്തഴക്കം. ലോങ് ട്രിപ്പ് അല്ലേ? അപ്പോ ഈ കാർ ആരോടിക്കും? അച്ഛൻ ഓടിക്കണം. ഇതൊക്കെ അവരുടെ പ്ലാനിങ് അല്ലേ ശിവ? പ്രായമായവരെയെല്ലാം പഴയ വണ്ടിയിലേക്ക് തള്ളി. മാലതി മേനോൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ മുൻപേ പോയിക്കോ, വഴികാട്ടികൾ. ബബിതയുടെ കമന്റായിരുന്നത്. 2 കാറുകളും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. തങ്ങൾ വരുന്നുണ്ടെന്ന് അവർ ശ്രീകുമാറിനെ രാവിലെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 2 മണിയോടെ അവർ തിരുവനന്തപുരത്തെത്തി. പ്രാർത്ഥനാ മന്ദിരത്തിൽ നിന്ന് ഡോർമിറ്ററിലേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വൈജയന്തി. ഉച്ചതിരിഞ്ഞ് ഭജനയുണ്ടാകും. വൈകുന്നേരം ഗീതാപാരായണവും വ്യാഖ്യാനവും. കട്ടിലിനരികിൽ നിലത്തിരുന്ന മൺകൂജയിൽ നിന്ന് സ്റ്റീൽ ഒട്ടയിലേക്ക് വെള്ളം പകർന്നു കുടിച്ചു. ഉപവാസമായതിനാൽ ജലപാനം മാത്രമേ ഉള്ളൂ. വൈജയന്തി കട്ടിലേക്ക് കയറിയിരുന്നു. പ്രാർത്ഥനാ മഞ്ജരി വിടർത്തി മടിയിൽ വെച്ചു. ഈശ്വരനെ പ്രകീർത്തിക്കലല്ല പ്രാർത്ഥന എന്ന് ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്. അവനവനെ തിരിച്ചറിയലാണ് പ്രാർത്ഥന. അതിന് ഉപകരിക്കാത്ത വാക്കുകൾ വ്യർത്ഥമാണ്. ഓരോ മന്ത്രവും ഓരോ വാക്കും ആത്മാർത്ഥതയോടെ മാത്രമേ ഉരുവിടാവൂ. അതിന്റെ അർത്ഥവ്യാപ്തിയിൽ നിന്ന് അവനവന്റെ സ്ഥാനം ഗ്രഹിക്കണം. ഇതിൽ നിന്ന് എത്ര അകലെയാണ് ഞാൻ, അല്ലെങ്കിൽ എത്ര അടുത്താണ് ഞാൻ എന്ന ബോധം ഉണ്ടാവണം. ഭൂമിയിലെ മറ്റേത് ജീവജാലങ്ങളുടേത് നിന്നും ഭിന്നമായി മനുഷ്യന് മാത്രം ഒരു കാപട്യമുണ്ട്. ആത്മവഞ്ചനയാണ് അത്. കാൽപെരുമാറ്റം കേട്ട് വൈജയന്തി പുസ്തകത്തിൽ നിന്ന് നോട്ടം തിരിച്ചു. ഗാർഗിമഠത്തിലെ വളണ്ടിയർ സന്യാസിനി ജ്യോതിർമയി ദേവി. വൈജയന്തിക്ക് സന്ദർശകരുണ്ട്. അവർ വാതുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു. വൈജയന്തി എഴുന്നേറ്റ് നിന്നെങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ല. വിശ്രമശാലയിൽ കാത്തു നിൽക്കുകയാണ് അവർ. കാണാൻ താല്പര്യമുണ്ടോ? വൈജയന്തി വിസമ്മതാർത്ഥത്തിൽ മെല്ലെ ശിരസനക്കി. മക്കളും സഹോദരന്മാരുമാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. വൈജയന്തിയുടെ മുഖം ഒന്നുകൂടി വിളറി. ഒരു വേവലാതിയും കണ്ണുകളിൽ ദൃശ്യമായി. വാതുക്കൽ നിന്ന ജ്യോതിർമയി ദേവി പിന്തിരിഞ്ഞു. വൈജയന്തി തളർന്നു. കതകിനും കട്ടിലിനും ഇടയിൽ ഭിത്തിയിലേക്ക് ചാരി അങ്ങനെ തന്നെ നിന്നു. പതറിപ്പോകുന്ന മനസ്സിനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അത് അപ്പൂപ്പൻ താടി പോലെ പാറിപ്പറന്ന് പോയിക്കൊണ്ടിരുന്നു. അവർ ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് കണ്ണുകൾ ഇറുകി അടച്ചു. ഭജഗോവിന്ദം ഭജഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ.
കൈവിട്ടു പാറിപ്പോയ മനസ്സ് പതിയെ പറന്നു താഴുന്നു. ഒരു തുമ്പിയെപ്പോലെ സ്വസ്ഥാനത്ത് വീണ്ടും വന്ന് കുടികൊള്ളുന്നു. ആരോ വിളിച്ചതുപോലെ തോന്നി. വൈജയന്തി കണ്ണു തുറന്നു. എവിടെയായിരുന്നു? സുസ്മേരവദനിയായി അഭയാംബിക. ഒളിച്ചു നിൽക്കുകയായിരുന്നോ? നിഷേധരൂപേണ വൈജയന്തി തലയാട്ടി. അവരാരും തിരിച്ചു പോകാൻ കൂട്ടാക്കുന്നില്ല. കാണാതെ പോവില്ലെന്ന് നിർബന്ധം. സ്വന്തം കുഞ്ഞുങ്ങളല്ലേ, അവരോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോരാം. അവരെല്ലാം വലിയ സങ്കടത്തിലാണ്. ഹൃദയത്തിന്റെ ഒരു കുതിപ്പ് വൈജയന്തിയുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. പക്ഷേ ഒരു കാണാച്ചങ്ങല അവളെ പിടിച്ചു നിർത്തുന്നതും ആ മുഖത്ത് ദൃശ്യമായി. അലീന എന്നു പേരുള്ള ഒരു പെൺകുട്ടി കൂടി വന്നിട്ടുണ്ട്. അക്കാര്യം പ്രത്യേകം പറയണമെന്ന് ഓർമ്മിപ്പിച്ചു. തീർത്തും ദുർബലയും സ്തോഭപരവശയുമായ ഒരു ബാലികയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അഭയാംബികയ്ക്ക് തോന്നി. അവളുടെ ഉടൽ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവൾക്ക് താങ്ങാനാവാത്തത്ര പ്രക്ഷുബ്ധമാണ് അവളുടെ ഹൃദയത്തിലെ വികാരസമുദ്രമെന്ന് പ്രകടമായിരുന്നു. സ്വാമിനി അഭയാംബിക അവളുടെ ചുമലിൽ കരങ്ങൾ അർപ്പിച്ച് പതിയെ അവളെ ആശ്ലേഷിച്ചു. ചുമലിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു, സാരമില്ല, ഞാൻ അവരെ സമാധാനിപ്പിച്ചോളാം. അവരുടെ തോളത്തേക്ക് ചുടുകണ്ണീർ ഇറ്റുവീണുകൊണ്ടിരുന്നു. മനുശങ്കറും ശ്രീകുമാറും വിശ്രമശാലയ്ക്ക് പുറമെ അങ്ങിങ്ങ് ചുറ്റി നടന്നു. ഇത് കൊള്ളാം ഈ സ്ഥലം, മനുശങ്കർ ആശ്ചര്യത്തോടെ പറഞ്ഞു. ഞാൻ മുൻപിത് കണ്ടിട്ട് പോലുമില്ലായിരുന്നു. ഇപ്പോൾ നല്ല പരിചയമായി, ശ്രീകുമാർ പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടെ വരും ചേച്ചിയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ. ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഒരു ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. വികലാംഗർക്കും സ്ത്രീകൾക്കും മനോരോഗികൾക്കും പ്രത്യേകം അഭയകേന്ദ്രങ്ങൾ, കൗൺസിലിംഗ് സെന്റർ, യോഗത്തിലൂന്നിയ ധ്യാന പരിശീലന കളരി, വേദപഠന ക്ലാസുകൾ. ഒരു തവണയെങ്കിലും ആന്റിയെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഗാർഗി മഠത്തിരിക്കുമ്പോൾ കാണാൻ പറ്റില്ല. അത് സ്ത്രീകളുടെ ഏരിയയാണ്. അല്ലാതെ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഗുരുപ്രഭാഷണം നടക്കുന്ന ഹാളിൽ വെച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനാ മന്ദിരത്തിൽ വെച്ച്. അപ്പോഴെല്ലാം മറ്റാളുകളും ഉണ്ടാവും. എന്നെ നോക്കാറില്ല, കണ്ടാലും അടുത്ത് വരാറുമില്ല. അവർ നടന്നു വന്ന് വീണ്ടും വിശ്രമശാലയിലെത്തി. അവിടെ എല്ലാവരും പ്രതീക്ഷ വെടിയാതെ കാത്തു നിൽപ്പുണ്ട്. അലീനയ്ക്കാണ് ഏറ്റവും വലിയ ടെൻഷനെന്ന് മുഖം കണ്ടാൽ അറിയാം. നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതെ വിരിഞ്ഞു മുറുക്കിയതുപോലെ നിൽക്കുന്നത് എന്തിനാ? മനുശങ്കർ ആരോടെന്നില്ലാതെ ചോദിച്ചു. അത് തന്നോടാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. സന്യാസി വേഷം ധരിച്ച ഒരു സ്ത്രീ വിശ്രമശാലയുടെ നേർക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. യോഗിനിയാണെന്ന് ഗംഗാധരനും ശിവശങ്കരനും മനസ്സിലായി. മുൻപ് കണ്ട ഓർമ്മയുണ്ട്, പേര് വിട്ടുപോയി. അവർ വിശ്രമശാലയിൽ വന്നു കയറി. പുഞ്ചിരിയോടെ ഓരോരുത്തരെയും നോക്കി. മുൻപ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അവർ ഗംഗാധരനോടും ശിവശങ്കരനോടുമായി പറഞ്ഞു. ഉവ്വെന്ന് അവർ രണ്ടുപേരും തലയാട്ടി. അഭയാംബിക എന്നാണ് എൻ്റെ പേര്. ഇവിടെ പേരിനൊന്നും വലിയ അർത്ഥമില്ല. സന്യാസിനി എന്ന് കരുതിയാൽ മതി. ഞങ്ങളിവിടെ കുറെ നേരമായി കാത്തു നിൽക്കുകയാണ്. ഗംഗാധരൻ അക്ഷമനായി. നിങ്ങളുടെ സഹോദരിക്ക് ഇന്ന് ഉപവാസമാണ്. അവൾക്ക് നിങ്ങളെ വന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ 200ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് വരികയാണ്. അന്യരൊന്നുമല്ല. ഈ കുട്ടികൾ അവൾ പ്രസവിച്ച മക്കളാണ്. ഗംഗാധരൻ അമർഷം പൂണ്ടു. നിങ്ങളുടെ സഹോദരിക്ക് അറിയാമല്ലോ ഇവരാണ് വന്നിരിക്കുന്നതെന്ന്. ഞങ്ങളല്ല അവളെ തടയുന്നത്. തടസ്സം അവളുടെ മനസ്സിനാണ്. അഭയാംബിക ഓരോരുത്തരെയും മാറി മാറി നോക്കി ശാന്തതയോടെ തുടർന്നു. അവൾക്ക് ഒരു വീഴ്ച പറ്റി. അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. താൻ ആരാണെന്നും എന്താണെന്നും എവിടെയാണെന്നും മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അവൾ ആദ്യം സ്വയം തിരിച്ചറിയട്ടെ, അതിനുശേഷം നിങ്ങളെ. എല്ലാവരുടെയും മുഖത്ത് നിരാശയുടെ നിഴൽ വീണു. സ്വാമിനി വീണ്ടും പറഞ്ഞു, നിങ്ങളിങ്ങനെ കൂടെ കൂടെ വരേണ്ട ആവശ്യമില്ല. അത് അവളുടെ ഏകാഗ്രതയെ തടസ്സപ്പെടുത്തും. നിങ്ങൾ ആരും വിളിക്കാതെ, ആരും കൂട്ടിക്കൊണ്ടു പോകാതെ സ്വയം പ്രേരിതയായി അവൾ തിരിച്ചെത്തുന്നതല്ലേ നല്ലത്. ഇപ്പോൾ അവൾക്ക് സ്വാസ്ഥ്യം കൊടുക്കുക. അല്പം കഴിഞ്ഞ് അവർ ചോദിച്ചു, ആരാണ് അലീന? അഭയാംബികയുടെ നോട്ടം അലീനെ തന്നെ പതിഞ്ഞു. അവൾ ഒന്നനങ്ങി നിന്നു. അവർ അവളുടെ സമീപം ചെന്ന് നിന്നു. അവർ അവളുടെ കരം ഗ്രഹിച്ചു. അലീനയുടെ മിഴികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സമാധാനമായി ഇരിക്കുക കുട്ടി, യോഗിനി അവളെ ആശ്വസിപ്പിച്ചു. അനന്തരം എല്ലാവരുടെയും നേർക്ക് കൈകൂപ്പി തൊഴുതു. വരട്ടെ, ജോലി കൂടുതലുള്ള ദിവസമാണിന്ന്, അവർ പുഞ്ചിരിയോടെ പറഞ്ഞ് വിശ്രമശാല വിട്ടിറങ്ങി. അലീന ചുരിദാറിന്റെ ഷാൾ കൊണ്ട് കണ്ണുകൾ മറച്ചു. പുരുഷന്മാർ ഓരോരുത്തരായി വിശ്രമശാലയിൽ നിന്നും പുറത്തു കടന്നു. മാലതി മേനോൻ അലീനയുടെ കൈത്തണ്ടൽ പിടിച്ചു. പോകാം മോളെ. അലീന തലയാട്ടി. പൂഴിമണ്ണിൽ വേർതിരിച്ച് വരച്ചിട്ട നടപ്പാതയിലൂടെ തിരിച്ചു പോരുമ്പോൾ കൃഷ്ണയും ബബിതയും നാലുപാടും നോക്കുന്നുണ്ടായിരുന്നു. അമ്മ ഏതോ കെട്ടിടത്തിലിരുന്ന്
ഒരു ജാലകപ്പഴുതിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടാവുമെന്ന് കൃഷ്ണജ വിചാരിച്ചു. അങ്ങനെ ഈ വരവും വെറുതെയായി. ആശ്രമത്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷം ശിവശങ്കരൻ ശ്രീകുമാറിനോടായി പറഞ്ഞു, എല്ലാവരും കൂടി ഒന്ന് വിളിച്ചില്ല എന്നൊരു വല്ലായ്മ ഇനിയില്ലല്ലോ. ശ്രീകുമാർ പറഞ്ഞു. ഇടപ്പഴിഞ്ഞിയിലുള്ള തന്റെ വീട്ടിലേക്ക് ശ്രീകുമാർ അവരെ ക്ഷണിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. ഇന്നിനി സമയമില്ല ശ്രീകുമാർ, ഇപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞു. നാളെ നീലഗിരിക്ക് തിരിച്ചു പോകേണ്ടവരാണ് ഞാനും മാലതിയും, ഗംഗാധരൻ വെളിപ്പെടുത്തി. ശ്രീകുമാർ കൂടുതൽ നിർബന്ധിച്ചില്ല. പിരിയുമ്പോൾ അയാൾ അലീനയോട് പ്രത്യേകം യാത്ര പറഞ്ഞു. ശ്രീകുമാർ ഇന്ന് ആദ്യമായാണ് അലീനയെ കാണുന്നതും പരിചയപ്പെടുന്നതും. 24 വർഷം മുൻപ് ഇവളെ അനാഥാലയത്തിലേക്ക് തള്ളിയതിന്റെ സൂത്രധാരൻ തന്റെ അച്ഛനായിരുന്നല്ലോ എന്നൊരു ജാള്യവും വല്ലായ്മയും ശ്രീകുമാറിന്റെ ഉള്ളിലുണ്ടായിരുന്നു. തിരികെ പോരാൻ കാറിൽ കയറുമ്പോൾ മനുശങ്കർ അച്ഛനോടായി പറഞ്ഞു, മടക്കം MC റോഡ് വഴിയല്ല, ഹൈവേൽ കൂടിയാ, ഞങ്ങൾ മുൻപേ പോകാം. അതെന്താ ഒരു വഴിമാറ്റം? ശിവശങ്കരൻ നെറ്റി ചൊളിച്ചു. ഈ വഴിയാണ് എളുപ്പം, ആയൂർ പൊല്ലൂർ പത്തനംതിട്ട വഴി. നമ്മൾ വന്ന വഴിയല്ലേ റോഡ് മെച്ചം? ഗംഗാധരൻ ചോദിച്ചു. മടങ്ങുന്ന വഴിക്ക് അലീനയ്ക്ക് ഒരു സ്ഥലത്ത് കയറാനുണ്ട്, പത്തനംതിട്ട വഴിയും നല്ലത് തന്നെയാ. ആരും എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ മുൻപേ പോകാം, മനുശങ്കർ അലീനയുടെ കാറിൽ കയറിയിട്ട് പറഞ്ഞു. ശിവശങ്കരന്റെ കാർ ആ കാറിനെ പിന്തുടർന്ന് ചെന്നു. ബൈപ്പാസിലൂടെ കഴക്കൂട്ടത്ത് എത്തിയ ശേഷം അലീനയുടെ കാർ ഇടത്തേക്ക് തിരിഞ്ഞ് കണിയാപുരം റോഡിൽ കടന്നു. തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടയിൽ ആലോചിച്ച ഒരു പ്ലാനായിരുന്നു അത്. അലീനയ്ക്ക് പഴയ സ്നേഹനികേതനം കാണണം, തൊട്ടടുത്ത കന്യാസ്ത്രീ മഠത്തിലും ഒന്ന് കയറണം. അത് കേട്ടപ്പോൾ മനുശങ്കരനും രോഗത്തിനുമെല്ലാം താല്പര്യമായി. അലീന ചേച്ചി വളർന്ന സ്ഥലമല്ലേ, നമുക്കും കാണണം. ബബിതയും ഉഷാറായി. തിരിച്ചു പോരുമ്പോൾ നാഷണൽ ഹൈവേ 47 പോരാമെന്ന് അവർ കണക്കൂട്ടി വെച്ചു. കാറുകൾ ആദ്യം കോൺവെന്റിലേക്കാണ് പോയത്. കോൺവെന്റ് ഗേറ്റിന് മുന്നിൽ കാറുകൾ നിന്നു. കൃഷ്ണജ വേഗം ഡോർ തുറന്നിറങ്ങി. ഞാനിവിടെ വന്നിട്ടുണ്ട്, അവൾ ആവേശത്തോടെ പറഞ്ഞു. അവളും ബാലചന്ദ്രമേനോനും കൂടിയായിരുന്നു ആദ്യം അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനായി എത്തിയത്. ശിവശങ്കരനും ഈ സ്ഥലം പരിചയമുണ്ടായിരുന്നു. അമ്മയെ നോക്കാനുള്ള പെൺകുട്ടിയെ കാണാൻ വന്നതും റിക്രൂട്ട് ചെയ്തതും അയാളായിരുന്നു. കോൺവെന്റിലെ കന്യാസ്ത്രീകൾ അലീനയെ തിരിച്ചറിഞ്ഞു. വീണ്ടും അവളെ കാണാൻ കഴിഞ്ഞതിൽ അവർ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. അലീന കൂടെയുള്ളവരെയെല്ലാം കന്യാസ്ത്രീകൾക്ക് പരിചയപ്പെടുത്തി. താൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം തന്റെ ജീവിതത്തിൽ വന്നുഭവിച്ച മാറ്റങ്ങളെപ്പറ്റി ഒരു ലഘുവിവരണം അലീന അവർക്ക് നൽകി. നിന്നെ ദൈവം അനുഗ്രഹിച്ചു എന്ന് അവർ കൂടെ കൂടെ പറയുന്നുണ്ടായിരുന്നു. കന്യാസ്ത്രീകൾ എല്ലാവർക്കും ചായ കൊടുത്തു. കോൺവെന്റിൽ നിന്നും കുറച്ച് അകലമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ സ്നേഹനികേതനം സ്ഥിതി ചെയ്തിരുന്നിടത്തേക്ക്. അലീനയും സംഘവും അവിടേക്ക് പോയപ്പോൾ ഒരു കന്യാസ്ത്രീയും കൂടെ ചെന്നു. ഒരൽപ്പം മാത്രം തുറന്നു കിടന്ന തുരുമ്പ് പിടിച്ച ഗേറ്റിനപ്പുറത്ത് പെയിന്റ് അടർന്ന് പായൽ പിടിച്ച ഒരു കെട്ടിടം. അതിന്റെ സൺഷെയ്ഡിലും ടെറസിൽ പോലും കളകൾ വളർന്നു നിൽക്കുന്നു. മുറ്റവും പരിസരവുമെല്ലാം കാട് പിടിച്ച് കിടക്കുന്നു. കെട്ടിടത്തോടനുബന്ധിച്ചുണ്ടാക്കിയിരുന്ന വലിയ ഷെഡിന്റെ ആസ്പെറ്റോസ് ഷീറ്റുകൾ തകർന്നിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ജനാലച്ചില്ലുകൾ മിക്കതും പൊട്ടിയിരുന്നു. ഇത് ഇടിച്ചു കളഞ്ഞ് വേറെ വീട് വയ്ക്കാൻ ആലോചിച്ചതാ ഇത് വാങ്ങിയവർ. പ്ലാൻ വരച്ച് അളന്ന് കുറ്റടിച്ചതാണ്, കന്യാസ്ത്രീ പറഞ്ഞു. അതിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അയാളങ്ങ് മരിച്ചു. പിന്നീട് സ്വത്ത് വീതം വെച്ചപ്പോൾ ഡൽഹിയിലുള്ള മകൾക്കാ ഈ വീട് കിട്ടിയത്. അന്നു മുതൽ അതിങ്ങനെ കിടക്കുകയാ. താൻ 23 വർഷം ജീവിച്ച കെട്ടിടത്തിന്റെ ദുരവസ്ഥ കണ്ട് ഹൃദയവ്യതിയോടെ നിൽക്കുകയായിരുന്നു അലീന. അവൾ ഗേറ്റ് കടക്കാൻ ഭാവിച്ചപ്പോൾ കന്യാസ്ത്രീ പറഞ്ഞു, പോകണ്ട, പാമ്പൊക്കെ കാണും, ഞാൻ കണ്ടിട്ട് വരാം. അവൾ ഭയലേശമില്ലാതെ കുറ്റിക്കാടുകളും മുൾച്ചെടികളും വകഞ്ഞു മാറ്റി അതിന്റെ മുറ്റത്തെത്തി. ബബിതയും രോഹിത്തും മനുശങ്കറും പിറകെ ചെന്നു. ഇവിടെയാ ഞാൻ പിച്ച വച്ചത്, ഈ മുറ്റത്ത്. അലീന വികാരാധീനയായി. അവൾ അതിന്റെ നീണ്ട വരാന്തയിലേക്ക് കയറി. അതിന്റെ തൂണുകൾ അടർന്നു തുടങ്ങിയിരുന്നു. വരാന്തയിലെല്ലാം പൊടിയും കരിയിലകളും ചീട്ടുകളും. ഞാൻ ഈ വരാന്തയിലിരുന്ന് പഠിക്കും, ഹോംവർക്ക് ചെയ്യും, ഇവിടെ ഇരുന്നുകൊണ്ട് പുറത്തെ ലോകത്തേക്ക് നോക്കും. ഒരു ലഹരി ബാധിച്ചതുപോലെ അവൾ ഉത്തേജിതയായിരിക്കുന്നത് മനുശങ്കർ കൗതുകത്തോടെ നിരീക്ഷിച്ചു. തിരുവനന്തപുരത്ത് ചെന്നിട്ട് അമ്മയെ കാണാൻ പറ്റാതെ പോന്നതിന്റെ നിരാശയെല്ലാം പോയിരിക്കുന്നു. ഉത്സാഹത്തോടെ അവൾ കെട്ടിടത്തിന് ചുറ്റും നടന്നു. മനുവേട്ട, ഇതായിരുന്നു ബ്രീത്ത മമ്മിയുടെ മുറി. പൊട്ടിയ ഒരു ജനാല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ അവൾ മറ്റൊരു ജനാലയ്ക്കടുത്തെത്തി. ഇവിടെയായിരുന്നു ഞാനും രേവതിക്കുട്ടിയും ചിന്നുമോളും. അവളുടെ ആവേശം കണ്ട് ബബിത അർദ്ധഗർഭമായി മനുശങ്കരെ നോക്കി. ആ മെസ്സ് ഇങ്ങനൊന്നുമല്ലായിരുന്നു. അലൂമിനിയം ഷീറ്റുകൾ കൊണ്ട് 4 ഭാഗവും മറച്ചിരുന്നു. പ്ലൈവുഡ് വെച്ച് പല മുറികളായി വേർതിരിച്ചിട്ടുണ്ടായിരുന്നു.
മതി അലീന ചേച്ചി, പോകാം, ബബിത പറഞ്ഞു. അലീന ആശ്ചര്യത്തോടെ അവളെ നോക്കി. പിന്നെ ജാള്യത്തോടെ ഓർത്തു, ഇവിടുത്തെ ഓരോ മൺതരിയും തനിക്കു മാത്രമാണ് പ്രിയപ്പെട്ടത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് പാഴായും ശൂന്യമായും കിടക്കുന്ന ഒരു പഴഞ്ചൻ കെട്ടിടം മാത്രം. അവർ ഗേറ്റിന് പുറത്തേക്ക് തിരിച്ചു പോന്നു. ഇനി അവൾക്ക് സെമിത്തേരിയിൽ പോകണമായിരുന്നു. അപ്പോഴും ബബിതയും രോഹിത്തും മനുശങ്കറും കൂടെ പോയി. ഇവിടെയാ മനുവേട്ട ബ്രീത്ത മമ്മിയെ അടക്കിയത്, അലീന പറഞ്ഞു. ചെറിയൊരു കൽക്കുരിശുമായി വേറിട്ട് നിൽക്കുന്ന കല്ലറ. ആർഭാടമൊന്നുമില്ല. കോൺക്രീറ്റ് സ്ലാബും അതിന്മേൽ കോറിയിട്ട പേരും ജനന മരണ തീയതികളും. അലീന ആ കല്ലറയ്ക്ക് മുൻപിൽ കണ്ണുകളടച്ച് അല്പസമയം ധ്യാനിച്ചു നിന്നു. അലീന ബ്രീത്തമ്മയെക്കുറിച്ച് ധാരാളമായി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം അതാരാണെന്ന്. അവൾ ആ ശവകുടീരത്തിന് മുൻപിൽ നിന്ന് കരഞ്ഞേക്കുമോ എന്നായിരുന്നു ബബിതയുടെ ആശങ്ക. കാരണം അലീനയുടെ ജീവിതത്തിൽ ബ്രീത്തമ്മ ചെലുത്തിയ സ്വാധീനം എത്രയധികമാണെന്നും അവൾ അവരെ എത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നും ബബിത മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ കണ്ണുകൾ തുറന്നപ്പോൾ അലീനയുടെ മുഖത്ത് ഒരു നറുപുഞ്ചിരിയുടെ തെളിച്ചമാണ് അവൾ കണ്ടത്. ഒരു ചൈതന്യം പകർന്നു കിട്ടിയതുപോലെ പ്രസന്നവതിയായിരുന്നു അവൾ. 4 പേരും തിരികെ കാറുകൾ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് എത്തി. മാലതിയോടും ശിവശങ്കരനോടും ഗംഗാധരനോടും സംസാരിച്ചുകൊണ്ട് 2 കന്യാസ്ത്രീകൾ ഗേറ്റിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞോ? ഒരു കന്യാസ്ത്രീ പുഞ്ചിരിയോടെ തിരക്കി. അലീന സന്തോഷത്തോടെ തലയാട്ടി. എന്നിട്ട് ചോദിച്ചു, ആ കെട്ടിടവും സ്ഥലവും അവർ വിൽക്കുമോ എന്ന് അന്വേഷിക്കാമോ സിസ്റ്ററെ? അലീനയുടെ ചോദ്യം ഗംഗാധരനടക്കം എല്ലാവരെയും ആശ്ചര്യഭരിതരാക്കി. ഒന്നാമത്, ആ കെട്ടിടത്തിനും സ്ഥലത്തിനും കൂടി നിസാര വിലയൊന്നുമല്ല കൊടുക്കേണ്ടി വരിക. രണ്ടാമത്, അത് വിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനെയൊരു സ്ഥലം വാങ്ങി അലീന എന്തു ചെയ്യാൻ പോകുന്നു? മനുശങ്കറിന്റെ മുഖത്ത് ഒരു മ്ലാനതയുടെ നിഴൽ വീണു. അലീന അത് വെറുതെ ചോദിച്ചതല്ലെന്ന് അവന് മനസ്സിലായി. സ്നേഹനികേതനം വീണ്ടും കാണാനുള്ള ആഗ്രഹത്തിന്റെയും ഈ സന്ദർശനത്തിന്റെയും പിന്നിൽ ഒരാലോചനയുണ്ടെന്ന് അവന് തോന്നി. കന്യാസ്ത്രീകളോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി മടങ്ങുമ്പോൾ അലീനയുടെ മുഖത്തെ ഉത്സാഹപ്രകർഷം അവന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.